ഹായ് ഫ്രണ്ട്സ്, ഷിഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ സിമ്പിളായിട്ടുള്ള കക്കരിക്ക വെച്ചിട്ടുള്ള ഒരു കറി ആട്ടോ. നമുക്കിത് തിളപ്പിക്കൊന്നും വേണ്ട, നമ്മൾ ഒന്ന് താളിപ്പ് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇനി നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു 2 കപ്പ് തൈരാട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. സൗണ്ടിന് ചെറിയതായിട്ട് ക്ലിയർ കുറവുണ്ട് കേട്ടോ. തൊണ്ടവേദനയും പനിയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊക്കെ ചെറിയ ചാനലായതുകൊണ്ട് ഡെയിലി വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചിട്ട് വീഡിയോ കാണും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്ത് വരാം. ഇനി നമുക്ക് അടിച്ചെടുത്ത തൈര് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുക്കുംബർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇവിടെ വലിയ കുക്കുംബർ ആയതുകൊണ്ട് അതിൻ്റെ ഹാഫ് ഭാഗമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ 2 കപ്പ് തൈരേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിവിടെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വേണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്കിതിലോട്ടൊരു 3 പച്ചമുളകാണ് വേണ്ടത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്ത എള്ളാണ് വേണ്ടത് കേട്ടോ. ഇതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്ത കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് തേങ്ങയും കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഈ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ കറി തിളപ്പിക്കുന്നില്ല കേട്ടോ. നമ്മളിതിലേക്ക് വെറും ഒരു താളിപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. താളിപ്പിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള കക്കരിക്ക വെച്ചിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്.